DNN24 സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ്. കോന്നി ആനക്കൂട്ട്. നിങ്ങളൊരു ആനപ്രേമിയാണോ എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇവിടെ വന്നിരിക്കണം. 1942 മുതലുള്ള ചരിത്രം ഈ ആനക്കൂടിന് പറയാനുണ്ട്. അതിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ആനപ്രേമികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരിടം. ഒഴിവുവേളകളിലെ വിരസതയകറ്റാനും വിനോദത്തിനുമായി നിരവധി പേരാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലുള്ള ഈ ആനക്കൂട്ടിലേക്ക് എത്തുന്നത്. തടികൊണ്ട് നിർമ്മിച്ച വമ്പൻ ആനക്കൂടുകളാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. 3-4 ആനകളെ ഉൾക്കൊള്ളാവുന്ന വിധം വിപുലമായി സൗകര്യങ്ങളോട് കൂടിയതാണ് ഈ ആനക്കൂടുകൾ. ചില വമ്പൻ കൂടുകളിൽ ഏതാണ്ട് 6 ആനകളെ വരെ ഉൾക്കൊള്ളുവാൻ സാധിക്കുമെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. കാട്ടിൽ നിന്ന് വാരിക്കുഴിയിൽ വീഴ്ത്തിക്കൊണ്ടുവരുന്ന ആനകളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങളായിരുന്നു ഒരു കാലഘട്ടം വരെ ഇവയൊക്കെ. രൂപത്തിലും വലിപ്പത്തിലും വ്യത്യാസമേറിയ ആനകളെ ഇവിടെ കാണാൻ സാധിക്കും. കരിവീരന്മാർ അണിനിരന്നു നിൽക്കുന്ന കാഴ്ച തന്നെ കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ കുളിർപ്പിക്കുന്നതാണ്. 5 വയസ്സുകാരൻ കൊച്ചയ്യപ്പൻ മുതൽ 41 വയസ്സുള്ള കൃഷ്ണ വരെ ഈ ആനക്കൂട്ടിലെ താരങ്ങളാണ്. ആനകളുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമം ഉറപ്പാക്കുവാൻ ലക്ഷ്യമിട്ടുള്ള പരമ്പരാഗതവും ആധുനികവുമായ സാങ്കേതിക വിദ്യകളുടെ മിശ്രിതം ഉൾപ്പെടുന്ന പരിശീലന പ്രക്രിയ സന്ദർശകർക്ക് കാണാൻ കഴിയും. കുട്ടികളുടെ പാർക്ക്, വനശ്രീ ഇക്കോ ഷോപ്പ് എന്നിവയും ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് കോന്നി ആനക്കൂട്ടിലെ ആന മ്യൂസിയം. ആനകളെ കുറിച്ചുള്ള ചരിത്രവും ജീവശാസ്ത്രവും അങ്ങനെയുള്ള എല്ലാ പുരാവസ്തുക്കളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും എല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ്. ആനകളെ കുറിച്ചുള്ള വിവിധ വിവരങ്ങൾ നൽകുന്ന വിശദമായ വസ്തുതകളോടെയുള്ള ഒരു എലിഫന്റ് മ്യൂസിയവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ആനവേട്ടയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, ആനകളുടെ വ്യത്യസ്ത രീതിയിലുള്ള വിവിധ ശില്പങ്ങൾ, ഇതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് 15 വർഷം മുൻപ് ചരിഞ്ഞൊരു പിടിയാനയുടെ അസ്ഥികൂടം. കൗതുകത്തിനെന്ന വണ്ണം 2 കൊമ്പുകളും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ആനയുടെ മസ്തകം, പല്ലുകൾ, ആനയെ മെരുക്കാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്നിവയും ഇവിടെ കാണാം. പാപ്പാന്മാർ ഉപയോഗിക്കുന്ന പരമ്പരാഗത ഉപകരണങ്ങൾ, പുരാതന കയ്യെഴുത്തു പ്രതികൾ, ചരിത്ര ഫോട്ടോഗ്രാഫുകൾ എന്നിവയുൾപ്പെടെ ആനകളുമായി ബന്ധപ്പെട്ട വിവിധതരം പുരാവസ്തുക്കൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ആനകളുടെ ശരീരഘടന, പെരുമാറ്റം, സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പ്രദർശനങ്ങൾ മ്യൂസിയത്തിലുണ്ട്. ആനകളുടെ ജീവിതചക്രം, അവയുടെ ആവാസ വ്യവസ്ഥ, കാട്ടിലവർ നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് സന്ദർശകർക്ക് പഠിക്കുവാൻ കഴിയും. ആനകളെക്കുറിച്ചറിയാൻ ഒരു ആർട്ട് ഗാലറിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആനകളുടെ മിനിയേച്ചർ രൂപങ്ങളും ആനകളെ മെരുക്കിയിരുന്ന രീതികളും എല്ലാം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴയെ ആസ്വദിച്ച് കാഴ്ചകൾ കാണാൻ ഇഷ്ടമുള്ളവർക്കും ഇവിടെ സന്ദർശിക്കാം. പത്തനംതിട്ടയിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരമുണ്ട് കോന്നി ആനക്കൂട്ടിലേക്ക് എത്തിച്ചേരാൻ. കോന്നി ആനക്കൂട് സന്ദർശിക്കാൻ ഏറ്റവും ഉചിതമായ സമയം എന്ന് പറയുന്നത് മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ നാട്ടിലെ നമ്മുടെ വാർത്തകൾ അറിയാൻ DNN24 സബ്സ്ക്രൈബ് ചെയ്യുക.